കീഴിൽ പ്രവർത്തിക്കുന്ന വയോമിത്രത്തിൽ മരുന്നുകളില്ലാതായിട്ട് മാസങ്ങളേറെയായെന്ന പരാതി. UDF കൗൺസിലർമാർ വയോമിത്രം ഓഫീസിൽ പോയി വിവരം അന്വേഷിച്ചപ്പോഴാണ് ജീവനക്കാരുടെ നിസ്സഹായാവസ്ഥ അറിയുന്നത്. മരുന്നിന്റെ ക്ഷാമം പരിഹരിക്കുന്നതിന് നഗരസഭ ഭരണസമിതി അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്ന് UDF കൗൺസിലർമാർ. പിറവം നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വയോമിത്രത്തിൽ മരുന്നുകളില്ലാതായിട്ട് മാസങ്ങളായി. കഴിഞ്ഞ ദിവസം കുറച്ച് മരുന്നുകൾ വന്നെങ്കിലും പ്രായമായവർക്ക് ആവശ്യമായ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങിയവയ്ക്കൊന്നും മരുന്നുകളില്ലെന്നും പ്രമേഹത്തിനുള്ള ഇൻസുലിൻ ഇല്ലാതായിട്ട് മാസങ്ങളായെന്നും എന്നുവരുമെന്ന് പറയുവാൻ അധികൃതർക്ക് സാധിക്കുന്നില്ലെന്നുമാണ് പരാതി. UDF കൗൺസിലർമാരായ തോമസ് മല്ലിപ്പുറം, രാജു പാണാലിക്കൽ, വത്സല വർഗീസ്, അന്നമ്മ ഡോമി, പ്രശാന്ത് മമ്പുറത്ത്, ജോജിമോൻ ചാരുപ്ലാവിൽ, ബബിത ശ്രീജി, മുൻ കൗൺസിലറും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ അരുൺ കല്ലറയ്ക്കൽ എന്നിവർ വയോമിത്രം ഓഫീസിൽ പോയി വിവരം അന്വേഷിച്ചപ്പോഴാണ് ജീവനക്കാരുടെ നിസ്സഹായാവസ്ഥ മനസ്സിലായത്. മരുന്നുക്ഷാമം പരിഹരിക്കുന്നതിന് നഗരസഭാ ഭരണസമിതി അടിയന്തരമായി ഇടപെടണമെന്ന് UDF കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. അവശ്യ മരുന്നുകളൊന്നും ലഭിക്കാനില്ലാത്ത ഒരു അവസരത്തിൽ പരാതിയുമായിട്ട് ഞങ്ങളുടെ അടുത്തൊക്കെ സമീപിക്കുന്നു. ഈയിടെ ഒരുപാട് പരാതി, ഒരു മരുന്നും കിട്ടാനില്ല എന്നുള്ള ഒരു പരാതിയുമായിട്ട് വന്നിട്ട് നാളുകളായി. പ്രായമായവരും ഷുഗർ പേഷ്യൻറ്റുമായിട്ടുള്ളവർക്ക് അതിനുള്ള ഇഞ്ചക്ഷൻ ഉൾപ്പെടെയുള്ള ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൻ്റെ ഷോർട്ടേജ് എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും നമുക്ക് അംഗീകരിക്കാൻ പാടില്ല. അതുകൊണ്ട് അടിയന്തരമായി ഈ നമ്മുടെ കാരണവന്മാരും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അവരുടെ സുരക്ഷിതത്വവും അവരുടെ ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് വലിയൊരു ശ്രദ്ധക്കുറവ് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ശബരിമല സീസൺ തുടങ്ങിയതോടെ മരുന്നുകൾ കൊണ്ടുവരാൻ വാഹനങ്ങളില്ലാത്തതിനാലാണ് കഴിഞ്ഞ മാസം കുറവുണ്ടായതെന്നും പ്രമേഹ രോഗികൾക്കുള്ള ഇൻസുലിൻ മരുന്നിന്റെ കുറവുണ്ടെന്നും പിറവം നഗരസഭാ ചെയർപേഴ്സൺ ഏലിയാമ്മ ഫിലിപ്പ് പറഞ്ഞു. പിറവം മുനിസിപ്പാലിറ്റിയുടെ പ്രൊജക്റ്റില് 15 ലക്ഷം രൂപയുടെ മരുന്നാണ് ഒരു വർഷത്തേക്ക് നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്. അത് സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് നമ്മൾ ഈ പൈസ കൈമാറുകയാണ് ചെയ്യുന്നത്. അത് എറണാകുളത്ത് ഒരു ഏലൂരെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇത് പ്രവർത്തിക്കുന്നത്. അവിടുന്ന് മാസം തോറുമുള്ള മരുന്ന് ഇവരെത്തിച്ചു കൊടുക്കുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രതികരിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പിറവം മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് BPL എന്നോ APL എന്നോ ഇല്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളും ഈ മരുന്നിനെ ആശ്രയിച്ചാണ് ഇപ്പോൾ കഴിയുന്നത്. ഈ ഒരു മാസം മാത്രം ഇച്ചിരി താമസം നേരിട്ടു. അത് കാരണം ശബരിമലയ്ക്ക് അവരുടെ വാഹനം ശബരിമലയ്ക്ക് പോയതുകൊണ്ട് മരുന്ന് കൊണ്ടുവരുവാൻ വാഹനമില്ലെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ സാമൂഹ്യ സുരക്ഷാ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ വേണമെങ്കിൽ വാഹനം വിട്ടുതരാം എന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വേണ്ട, ഞങ്ങൾ പെട്ടെന്ന് തന്നെ മരുന്ന് എത്തിച്ചോളാം, താമസമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് പറഞ്ഞ സമയം കൊണ്ട് തന്നെ അവർ മരുന്ന് ഇവിടെ എത്തിച്ചു കൊടുക്കുകയും അവിടെ ഇപ്പോൾ തുടർച്ചയായിട്ട് തന്നെ ഇന്ന് തന്നെ 2 ഇടത്ത് ക്യാമ്പ് നടക്കുന്നുണ്ട്. എടപ്പള്ളിച്ചിറയും മുളക്കുളത്തും 2 ഇടത്ത് ക്യാമ്പ് നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പിറവം. നല്ല നാടൻ ഐറ്റംസ് മുതൽ അറബിക്ക്, ചൈനീസ്, മലായി, സ്പാനിഷ് അങ്ങനെ നമ്മുടെ കൊച്ചിക്കായലിന്റെ തീരത്തിന് ഇത്രയും വെറൈറ്റി ഡിഷസ് കഴിക്കാൻ പറ്റിയ സ്ഥലം സോൾട്ട് അല്ലാതെ വേറെ ഇല്ല. ഈ ക്രിസ്മസ് ന്യൂ ഇയർ സോൾട്ടിനോടൊപ്പം ആഘോഷിക്കൂ. സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപുടിയൻ, പനമ്പള്ളി നഗർ.